കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ടോ? നിങ്ങളൊക്കെ അതിന് വേണ്ടി പറയുന്നുണ്ടോ പാർട്ടിയിൽ? തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അല്ല, ഞങ്ങളൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ പറയുന്നു, കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? ചെവി അടച്ചു പാർട്ടിക്കകത്തത് സംസാരിക്കുന്നുണ്ട്. അത് നന്നായി. കാര്യം നിങ്ങൾ ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് മാറിയാൽ മാത്രമേ, ഞങ്ങൾ പുരുഷന്മാർക്ക് അറിയാലോ, ഞങ്ങളൊരു സ്ഥാനത്ത് കയറിയ പിന്നെ ഇറങ്ങത്തില്ല. ശരിയാണ്. പറഞ്ഞോളൂ. ഈ അഴിമതി എന്ന് പറയുന്നത് ലിംഗം നിർണ്ണയിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുരുഷനും ചെയ്യും, അത് സ്ത്രീയും ചെയ്യും. സ്ത്രീകൾ കയറിയാൽ ഇതിനകത്തൊരു സൗന്ദര്യ മാറ്റം ഉണ്ടാകും. അതായത് പൊതുവെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു വാത്സല്യവും. കാര്യം വീട്ടിൽ നിന്നാണല്ലോ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ വീട്ടിൽ വാത്സല്യവും സ്നേഹവും കരുണയും പരിഗണനയും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ നിന്ന് ചിലപ്പോൾ കയറുമ്പോൾ അതൊരു സാമൂഹികവൽക്കരണമാണല്ലോ. അങ്ങനെ സോഷ്യലൈസ് ചെയ്ത് വരുന്ന ഒരു സ്ത്രീയിൽ ഗുണപരമായൊരു മാറ്റം ഉണ്ടാകും എന്ന ധാരണയിലാണ് ഞാൻ ഈ ചോദ്യം ഇട്ടത്. അല്ല, ധാരണ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ താരതമ്യേന അഴിമതിക്ക് കുറവുണ്ട്. അഴിമതി എന്ന് പറയുന്നത് പണം വാങ്ങിക്കുന്നത് മാത്രമല്ല, അധികാര ദുർവിനിയോഗം, സ്വജനപക്ഷപാതം, അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കാതിരിക്കുക, ഇതെല്ലാം അഴിമതിയുടെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നിഷേധിക്കപ്പെടുന്നത് പുരുഷനും സ്ത്രീയും ഒരേപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് സ്ത്രീകൾക്ക് സംവരണം വന്നതിന് ശേഷം താരതമ്യേന കുറേ കാര്യങ്ങളൊക്കെ സുതാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം കുറച്ചുകൂടി ആളുകൾക്ക് വന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുന്നു. ഒരു മാതൃസഹജമായ ഒരു സ്നേഹം, ഒരു ഭാവം ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇടപെടുമ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വലിയൊരു പ്രശ്നമാണ് അവരെ സംബന്ധിച്ച്. പാർപ്പിടമില്ലാത്തതിൻ്റെ പ്രശ്നം, വസ്ത്രമില്ലാത്തതിൻ്റെ പ്രശ്നം, ഇതൊക്കെ അവരെ സംബന്ധിച്ച് ഒരു കുടുംബത്തിലെ പ്രശ്നമായിട്ട് കണ്ട് പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം പഠനത്തിൻ്റെ പൊതുവെയുള്ള പഠനങ്ങൾ എടുത്താലും സ്ത്രീകൾ അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് താരതമ്യേന അതിനുള്ളൊരു മാറ്റം വരുന്നുണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.